നമസ്കാരം. ഭരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സമകാലീന ഭാരതീയ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ അതിലേറെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ രണ്ട് വാക്കുകളാണ് സനാതനധർമ്മം, ഹിന്ദു എന്നിവ. യഥാർത്ഥത്തിൽ എന്താണ് സനാതനധർമ്മം? ആരാണ് ഹിന്ദു? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗുരു യോഗി ശിവനാണ്. നമസ്തേ ഗുരുജി. നമസ്തേ. നമ്മുടെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് സനാതനധർമ്മം എന്നുള്ളത്. ശരിക്കും അതൊരു ഹിന്ദുവിൻ്റെ മാത്രം കുത്തകയാണെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ കെട്ടുപാടിൽ നിൽക്കുന്നതാണോ? എന്താണ് സനാതനധർമ്മം? സനാതനധർമ്മം, സനാതനം എന്താണ്, ധർമ്മം എന്താണ്? എത്ര പേർക്കറിയാം ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പൗരാണികതയുടെ മൂല്യം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആഴം അത് പഠിക്കണം. സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം അത് ആത്മാവിനെക്കുറിച്ച് എവിടെയൊക്കെ നിർവചിക്കുന്നോ അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നോ അവിടെയാണ് സനാതനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആത്മാവിനെക്കുറിച്ച് ഇന്ന് വരെ ആരെങ്കിലും വ്യക്തമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആത്മാവുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആധികാരികമായ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് എന്തൊക്കെ നമുക്കറിയാമോ അതൊന്നും അല്ല ആത്മാവ് എന്നാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര വിലക്ഷണ പഞ്ചകോശ വ്യതിരക്ത അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ ആത്മ എന്നാണ് ഒരു വിധമെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര വിലക്ഷണ, നമുക്കറിയാവുന്ന കാണാവുന്നതും കേൾക്കാവുന്നതും സ്ഥൂലമായിട്ടുള്ളതും സൂക്ഷ്മമായിട്ടുള്ളതും അതിന് കാരണമായി നിൽക്കുന്ന എന്തെങ്കിലും ഒരു ശരീരമുണ്ടെങ്കിൽ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതും പഞ്ചകോശ വ്യതിരക്ത. പഞ്ചകോശമെന്ന് പറഞ്ഞാൽ അന്നമയം, പ്രാണമയം, മനോമയം, ഇങ്ങനെ പറയുന്ന 5 കോൺഷ്യസ്നസ് ലെയർ ഓഫ് എക്സിസ്റ്റൻസ്, ഇതുമായിട്ടും ബന്ധമില്ലാത്ത അവസ്ഥാത്രയസാക്ഷി. അവസ്ഥ എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, നമ്മുടെ 3 അവസ്ഥകൾക്ക് സാക്ഷിയായിരിക്കുന്ന എന്തോ ഒന്ന്, അതാണ് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം ആർക്കും ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ആധുനിക ശാസ്ത്രവും വന്ന് അവിടെ പകച്ചു നിൽക്കുകയാണ്. പോട്ടെ. അപ്പോൾ ഈ ആത്മാവിനെക്കുറിച്ച് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെയാണ് സനാതനം എന്നും പറഞ്ഞിരിക്കുന്നത്. അതായത് അച്ഛേദ്യം അദഹ്യൂയം അക്ലേദ്യം അശോഷ്യ ഏവച നിത്യം സർവഗതസ്ഥാണു അചലോയം സനാതനം. ഭഗവത്ഗീത. എന്താണ് ആത്മലക്ഷണം പറയാണ്? അതായത് വാളുകൊണ്ട് മുറിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ഉണക്കാനോ കഴിയാത്തതെന്തോ ഒന്ന്. നിത്യം സർവഗതസ്ഥാണ്, അതായത് അതിന് ആദിയും അന്തവുമില്ല, പക്ഷേ എല്ലായിടത്തുമുണ്ട്. അകത്തുണ്ട്, പുറത്തുണ്ട്, അകത്തില്ലേ, പുറത്തുമില്ല. ഇങ്ങനെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള, വളരെ നിഗൂഢമായൊരു സത്യത്തെ, അതായത് മനസ്സിനറിയാൻ കഴിയാത്ത ഒരു തത്വത്തെ കാലത്തെ അതിജീവിക്കുന്ന ആ എന്തോ ഒന്നിനെയാണ് സനാതനം എന്ന് പറയുന്നത്. ഇറ്റ്സ് ബിയോണ്ട് ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അതിന് ജനനവുമില്ല, മരണവുമില്ല. പിന്നെ എന്താ ഉള്ളത്? അത് അനന്തമാണ്. എന്നിട്ട് ധർമ്മം. എന്താണ് ധർമ്മം? ധാരയതേ ഇതി ധർമ്മം. ഇത്രയേ ഉള്ളൂ. ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നതെന്തോ, അതാണ് ധർമ്മം. തിരകൾ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ആ തിരകളെ ധരിച്ചിരിക്കുന്നത് ആരാ? കടൽ. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, എണ്ണിയാലൊടുങ്ങാത്ത ഈ ഭൗതിക സൃഷ്ടികളെ എന്താണോ താങ്ങി നിർത്തുന്നത് അഥവാ ധരിച്ചിരിക്കുന്നത് അതാണ് ധർമ്മം. അപ്പോൾ ആദിയും അന്തവും ഇല്ലാത്ത ഒരു സത്യത്തെയാണ് സനാതനധർമ്മം എന്ന് വിളിച്ചിരിക്കുന്നത്. അത് ആത്മാവിനെക്കുറിച്ചുള്ള ബോധമാണ്, ആത്മ ആനന്ദമാണ്, അത് അപരിമേയമായ സത്യമാണ്. ഇതാണ് സനാതനധർമ്മം. ഇനി ഇതിനെ എവിടെയിട്ട് എതിർക്കാനാ? പിന്നെ എതിർപ്പ് എവിടെയാണ് വരുന്നത്? ഈ ധർമ്മത്തെ നേരിടാൻ കഴിയാത്ത പരിമിതമായ ആശയധാരകളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവർ ആണ് ഇതിനെ എതിർക്കുന്നത്. ഇവരാരും നേർക്ക് നേർ ഒരു ചർച്ചയ്ക്ക് വരില്ല. അവിടെയും ഇവിടെയും ഇരുന്ന്
മറുചോദ്യം ഇല്ലാത്ത സ്റ്റേജുകളിൽ നിന്നുകൊണ്ട് വാചകമടിക്കും. സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം, സനാതനധർമ്മം സവർണ സൃഷ്ടിയാണ് എന്നൊക്കെ പറയുന്നവർ ഈ കുളത്തിൽ കിടക്കുന്ന തവളകളെ പോലെയാണ്. കൂപമണ്ഡൂകങ്ങൾ എന്ന് പണ്ടേ ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. ഈ കുളത്തിൻ്റെ ചുറ്റുവട്ടമാണ് അവൻ്റെ ലോകം എന്ന് ധരിക്കുന്നവൻ കടലിൻ്റെ അപാരതയെക്കുറിച്ചാണ് തർക്കിക്കുന്നത്. അതിനെയാണ് ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്നത്. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നതാണ് ബോധവും ബുദ്ധിയുമുള്ളവർ ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ജനാധിപത്യത്തിൻ്റെ, ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു പരിമിതിയാണിത്. എണ്ണത്തിൽ കൂടിയവൻ്റെ ആശയം അധികാരം കൈയാളാൻ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ സത്യവും മൂടിവയ്ക്കപ്പെടുന്ന ഒരവസ്ഥ വരുന്നത് കൊണ്ടാണ് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള തർക്കത്തിന് കളം ഒരുങ്ങുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ സനാതനധർമ്മം എന്താണെന്ന് സനാതന വിശ്വാസികളോ സനാതന ധർമ്മ അനുയായികളോ ആഴത്തിൽ അറിയേണ്ടതും അതിനെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓരോ മേഖലകളിലും വളർത്തിയെടുക്കാൻ നമുക്ക് ബോധപൂർവമായ ശ്രമമുണ്ടാകണം. ഇല്ലെങ്കിൽ ഈ കൂപമണ്ഡൂകങ്ങൾ, പരിമിതമായ ആശയത്തെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവർ എണ്ണത്തിൽ കൂടിയിട്ട് അധികാരം കൈയാളുകയും ഈ ആശയത്തെ അമർത്തുകയും ചെയ്യും. അങ്ങനെ പലപ്പോഴായി ഈ ധർമ്മത്തെ, ഈ ധാരയെ അമർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും കാലക്രമത്തിൽ ആ ധർമ്മത്തിൻ്റെ വ്യാപ്തി കാരണം അതിൻ്റെ ഫോളോവേഴ്സ്, അനുയായികൾ കൂടി വരികയും അത് വീണ്ടും സ്വയം പ്രതിരോധമാർജിക്കുകയും ചെയ്യുന്നതല്ലേ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. ഈ ധർമ്മത്തെ ഈ ലോകമാസകലം എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല രീതിയിൽ. പക്ഷേ ഇന്നും അത് ലോകമാസകലം ആ ഒരു ഇൻഡയറക്റ്റ് വേയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ചിന്തിക്കുന്ന മനുഷ്യൻ, യുക്തിക്കതീതമായോ ബുദ്ധിക്കതീതമായോ ഒരു സത്യമുണ്ട്. അതായത് ശാസ്ത്രജ്ഞന്മാർ കാണുന്നത് അപ്പാടെ വിശ്വസിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരല്ല, അവരതിനെ വിശകലനം ചെയ്യും. ഈ ശാസ്ത്രവും നമ്മൾ പറയുന്നില്ലേ, സത്യത്തിൽ എന്താണ് ശാസ്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഉടനെ പറയുന്നത് സയൻസാണ് എന്ന് പറയും. എന്നാൽ ഈ ശാസ്ത്രം എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് ശരീരത്തെ ത്രാണനം ചെയ്യുന്നത് ഏതോ അതാണ് ശാസ്ത്രം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടില്ല. ഭയങ്കര രസമാണ് നമ്മളിതിൻ്റെ ഈ പൗരാണികതയുടെ, ഭാരതീയ പൈതൃകത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് കാണാം ഓരോ വാക്കുകളെയും അവർ വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ശരീരം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയോ? ശീര്യതേ അനേന ഇതി ശരീര എന്നാണ്. ശരീരം എന്ന് കേൾക്കുമ്പോൾ നാം നമ്മുടെ ശരീരം മാത്രമേ കാണുള്ളൂ. അല്ല, വേറെവർ ദർ ഈസ് ഇൻ എ ഫോം, അനന്തമായി നിൽക്കുന്ന രൂപരഹിതമായ, രൂപമില്ലാത്ത ഊർജത്തിൻ്റെ രൂപം എവിടെ ഉണ്ടാകുന്നോ, ഒരു മോളിക്യൂളോ പാർട്ടിക്കിളോ ഉണ്ടാകുന്നെങ്കിൽ അത് മാറ്ററാണ്. ആ മാറ്ററിനെയാണ്, ഭൗതിക സൃഷ്ടിയെയാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ശീര്യതേ, മാറ്റർ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് ആസ് ഇറ്റ് ഈസ് only എ ടെമ്പററി മാനിഫെസ്റ്റേഷൻ ഓഫ് എനർജി. ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു തരംഗത്തിൻ്റെ, ഊർജ തരംഗത്തിൻ്റെ താൽക്കാലിക പ്രകടനം മാത്രമാണ് എന്ന് ആധുനിക ശാസ്ത്രം. ബ്രഹ്മാണ്ഡ ഖണ്ഡ പിണ്ഡാദ്യ സുരൈനൈവ വിനിർമ്മത എന്ന് പൗരാണിക ശാസ്ത്രം. എല്ലാ ഊർജങ്ങളും അല്ലെങ്കിൽ ഊർജ രൂപങ്ങളും, മാറ്ററും ശരീരങ്ങളും മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇല്ലേ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ രൂപമില്ല, അത് പ്രത്യേകിച്ച് ഒരു സ്ഥായീ ഭാവമില്ലാതെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എന്താണോ മാറിക്കൊണ്ടിരിക്കുന്നത് അത് ആണ് ശരീരം. ആ ശരീരബോധത്തെ അല്ലെങ്കിൽ മോളിക്കുലർ ഫോമിനെ വിശകലനം ചെയ്ത് ത്രാണനം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ശാസ്ത്രം, റിഫൈൻമെൻറ്റ്. ഇല്ലേ? ഒരു മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ ശാസ്ത്രജ്ഞൻ ഇതാണ് മെറ്റീരിയൽ, ഇതിനകത്തെന്ത്. വെള്ളത്തെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് വെള്ളമാണ്, ശാസ്ത്രജ്ഞൻ പറയും ആണോ. ആ മോളിക്കുലർ കോമ്പിനേഷനെ മാറ്റും. അതിൻ്റെ ഫൈൻ മോളിക്കുലോട്ട് പോകുമ്പോൾ H2O, ഹൈഡ്രജനും ഓക്സിജനും, അതിൻ്റെയും മുന്നോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ ഭൗതിക ബോധത്തെ ത്രാണനം ചെയ്തു. ഉടനെ എന്തു പറ്റി? 2 ഗ്യാസ് ഫോം ചെയ്തു.
അതിനെയും ത്രാണനം ചെയ്തു. അപ്പോൾ ശരീരത്തെ ത്രാണനം ചെയ്ത് ഫോമിനെ ത്രാണനം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രം, അന്വേഷണം, അനന്തമായ അന്വേഷണമാണ് ശാസ്ത്രം. അപ്പോൾ നമ്മുടെ പൗരാണിക ആചാര്യന്മാരുടെ ഈ മെറ്റീരിയൽ സയൻസിലുള്ള അന്വേഷണം മെറ്റീരിയൽസിൽ നിന്ന് ഇമ്മെറ്റീരിയൽ അവസ്ഥയിലേക്ക്, വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക്, രൂപത്തിൽ നിന്ന് രൂപരാഹിത്യത്തിലേക്ക് ഉള്ള യാത്രയാണ് നമുക്ക് ഗുരുക്കന്മാർ ഈ ധർമ്മമായും സനാതനമായും അവതരിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ദേഹത്തിനോടുള്ള ആസക്തിയും അടിമത്വവും ഇല്ലാതാകും. മനസ്സിലാവുന്നുണ്ട്? ദേഹബോധമാണ് നമ്മെ അഹങ്കാരിയാക്കുന്നത്, അഹംബോധം. എന്നിട്ടോ ആ അഹംബോധം തന്നെയാണ് നമ്മെ ഭീരുവാക്കുന്നത്. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് നേടിയ എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ സാമ്രാജ്യം, ഇതെല്ലാം എൻ്റേത് എന്ന ഭാവം, അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇല്ലേ? ആ ശരീരബോധം അറിയാം, ഉള്ളിലറിയാം ഈ ശരീരം നശ്വരമാണ്, ഒരു ദിവസം ഇത് വീഴും. അങ്ങനെ വീഴുമ്പോഴോ, ശരീരം വീഴുമ്പോൾ ഞാൻ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം, കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന ആന്തരിക ഭയം. അപ്പോൾ ഈ അഹംബോധവും ആന്തരിക ഭയവുമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരിമിതി, ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖത്തെ അതിജീവിക്കാൻ സനാതനധർമ്മ ബോധം വളർത്തുക എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞത്. അതല്ലാതെ ഈ ഭയത്തിന്, ഈ ആധുനിക മനുഷ്യൻ്റെ സ്ട്രെസ്സിന് വേറെ ഒരു പരിഹാരവുമില്ല. അപ്പോൾ ഇങ്ങനെ ആ സർവ്വതിനെയും ഉൾക്കൊള്ളുന്ന പ്രപഞ്ച സത്യത്തിലേക്ക് ഓരോ മനുഷ്യരുടെയും ബോധം വളർന്നാൽ ഇതിൻ്റെ പേരിൽ പരിമിതമായ സംവിധാനങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്നവരും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നവരും പൊളിറ്റിക്കലൈസ് ചെയ്യുന്നവരും ഉണ്ടല്ലോ, അവരാണ് ഇതിനെ എതിർക്കുന്നത്. വ്യക്തമായോ? അപ്പോൾ വിശ്വമാനവികതയെ ആണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാനെന്നും എനിക്കെന്നും ഉള്ളതിനപ്പുറം ഞങ്ങൾ എന്നാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഐ വിൽ ബ്രിങ് ഇൽനെസ്, വി വിൽ ബ്രിങ് വെൽനെസ്. ഞാൻ എന്ന ബോധം എന്നെ രോഗിയാക്കും, ഞങ്ങൾ എന്ന ബോധം നമ്മെ സന്തോഷവാന്മാരാക്കും. ഏത് വേണം? അപ്പോൾ പ്രപഞ്ചം മുഴുവൻ, ലോകം മുഴുവൻ സന്തോഷിക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ തർക്കവും വെറുപ്പും വിറ്റ് ജീവിക്കുന്നവർക്ക് അവിടെ സ്ഥാനമില്ലാതെ വരും. അല്ലെങ്കിൽ തന്നെ ആ വെറുപ്പും വിദ്വേഷവും ഉൾപ്പെടുത്തി വച്ചിരിക്കുന്ന പരിമിതമായ മതബോധങ്ങളുണ്ട്, അത് ഡെമോക്രസിയിൽ ചിലവാകാതെ വരും. അപ്പോൾ എന്ത് വേണം? വിശ്വമാനവികതയെ സങ്കുചിത രാഷ്ട്രീയ ബോധത്തിൻ്റെ പേരിൽ എതിർക്കണം. ആ എതിർപ്പിൻ്റെ ബാഹ്യലക്ഷണങ്ങളാണ് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഈ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ. പിന്നെ മറ്റൊന്ന്, മോശമായ അഭിപ്രായം തിരിച്ചറിയണമെങ്കിൽ സത്യം ഓരോ സനാതനിയും അറിഞ്ഞിരിക്കണ്ടേ? പക്ഷേ എത്ര പേർക്കതറിയാം? ഇവിടെ കോളനൈസ്ഡ് നോളജാണുള്ളത്. അതായത് വെള്ളക്കാരൻ ഇവിടെ വന്ന് ഇവിടെ ഈ ഭരണം പിടിച്ചെടുത്തിട്ട് അവൻ്റെ പരിമിതമായ മതബോധത്തിൽ നിന്നുകൊണ്ട് അധികാരം നിലനിർത്താനും സങ്കുചിതമായിട്ടുള്ള അവൻ്റെ ആ ഒരു ബോധത്തെ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയാണ് ഈ സനാതനധർമ്മ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ തത്വങ്ങളെ മിസ് ഇൻ്റർപ്രറ്റ് ചെയ്തത്, ദുർവ്യാഖ്യാനം ചെയ്തത്. ഈ ദുർവ്യാഖ്യാനമാണ് ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്രബോധമായി നമ്മുടെ സ്കൂളുകളിലും സമൂഹങ്ങളിലും പ്രചരിപ്പിച്ചത്. ആ കോളനൈസ്ഡ് ശ്രമത്തിൻ്റെ ഇരകളാണ് ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം നേടിയവർ എന്ന് അഭിമാനിക്കുന്നവർക്കും ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവർക്കുമുള്ളത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തുടർന്ന് വരുന്നവർക്കും വിദ്യാസമ്പ്രദായത്തിന് ഇവരെയല്ലേ ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഈ തെറ്റായ ബോധമാണ് വിദ്യാഭ്യാസം എന്ന ധാരണയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെ നാം എന്ത് വേണം? സത്യത്തെ അറിയാൻ ഓരോ വ്യക്തിയും ബോധപൂർവം ശ്രമിക്കണം. അറിഞ്ഞ് അത് ജീവിതത്തിൽ ഓരോ ചിന്തയിലും ഈ ആശയത്തെ നാം സന്നിവേശിപ്പിക്കണം. അതോടുകൂടി ഈ അനന്തമായ പ്രപഞ്ചബോധത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ബലവും ധൈര്യവും നമ്മിൽ പ്രകടമാകാൻ തുടങ്ങും. യു ആർ വാട്ട് യു നോ
നിങ്ങൾ എന്തറിയുന്നു അതാണ് നിങ്ങൾ, നിങ്ങളെന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങൾ. അപ്പോൾ നമ്മുടെ ആന്തരിക ബോധം സനാതന ധർമ്മ തലത്തിലേക്ക് വളർത്തിയെടുക്കുക, അതായി ജീവിക്കുക. സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. കാലം മറച്ചു പിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.